അജി ഒരു സമാധാനക്കേടും വേണ്ട. എല്ലാ പ്രശ്നങ്ങളും നാലക്കൽ തറവാട് പൊളിക്കുന്നോട് തീരും. നല്ല ഉഗ്രം കെട്ടണം, കൊട്ടാര തുല്യം, കമ്പിളി തേക്കും ഊട്ടിയും. ഊട്ടിയാ? ഈട്ടി കാണാൻ പോണ പൂരം പറഞ്ഞു കേൾപ്പിക്കണം. നിന്റെ ഏട്ടനെ രാഷ്ട്രീയ കഴിവേറി അടിച്ചോണ്ട് പോയ കാശ് ഇതിൽ നിന്നുണ്ടാക്കണം. ഇതൊന്നും കയറിയ നേരത്തെ കാലത്ത് എത്താൻ പറ്റില്ല. അതെ, നല്ല വണ്ടി കയറി. മെച്ചമല്ല. ഈ നിൽക്കുന്ന അജിയുടെ അച്ഛൻ ശേഖരേട്ടന്റെ കയ്യിൽ നിന്നും അങ്ങയുടെ അനിയൻ ആദിത്യവർമ്മ 2 ലക്ഷം രൂപ അഡ്വാൻസ് വാങ്ങിയതായി ഈ മുദ്രപത്രത്തിൽ പറയുന്നുണ്ടല്ലോ. ഉണ്ട്. ഇത് സ്റ്റാമ്പ് പേപ്പർ ആണല്ലോ. അതെ, ഇത് പൊളിക്കാൻ ഇതിൽ സമ്മതിച്ചിട്ടുണ്ടല്ലോ. പിന്നെ നിങ്ങൾക്ക് എന്താ പ്രശ്നം? പ്രശ്നം എന്താന്ന് വെച്ചാൽ ഈ തറവാട് പൊളിക്കാൻ കൊടുക്കാൻ ഉദ്ദേശമുണ്ടെന്ന് അവൻ ഇതുവരെ എന്നോട് പറഞ്ഞിട്ടില്ല. അതൊക്കെ നിങ്ങളുടെ പ്രശ്നങ്ങളാ. അതെ, ഞങ്ങളുടെ അഗ്രിമെന്റ് ഉണ്ട്. ഞങ്ങൾ ഇത് പൊളിക്കുകയും ചെയ്യും. അവനും കൂടി ഉള്ളപ്പോ സംസാരിക്കാൻ നല്ലത്, അല്ലാതെ ഞാനൊറ്റയ്ക്ക്. ഏതായാലും ഈ അഗ്രിമെന്റ് നിങ്ങൾക്ക് അംഗീകരിക്കാതിരിക്കാൻ പറ്റില്ല. ഞങ്ങൾക്കിത് പൊളിക്കാതിരിക്കാനും പറ്റില്ല. അതുകൊണ്ട് ആദിത്യവർമ്മ സാർ വരുമ്പോ വിവരം പറഞ്ഞേക്ക്. ബാക്കി കാര്യം ഞങ്ങൾ സ്ട്രോങ്. ഇപ്പൊ പൊളിക്കണ്ട, പോവാം. സെറ്റപ്പ് ആയിട്ട് വരാം. വല്യച്ഛൻ ഇപ്പൊ മനസ്സിലായില്ലേ ഈ വീട്ടിൽ എന്തൊക്കെയാ നടക്കുന്നതെന്ന്? അതുകൊണ്ടാ ഞാൻ പറഞ്ഞത് കുറച്ചുനാൾ ഇവിടെ തന്നെ വേണമെന്ന്. ആ, എനിക്കിപ്പോ ഏതാണ്ട് എല്ലാം മനസ്സിലായി. ഇത് ഞാൻ കരുതിയ പോലെ അവന്റെ കളികളാ. ആരുടെ? ചന്ദ്രുവിന്റെ. ഈ വെട്ടുകൊണ്ടത് എന്റെ കയ്യിലല്ല, മനസ്സിലാ. ചന്ദ്രു അത് ഒരിക്കലും മറക്കൂല. നമസ്കാരം സാർ. നമ്മുടെ ചന്ദ്രു ഇവിടെ വന്നു. ചന്ദ്രു സാറിന്റെ കാര്യം മാത്രം ചോദിക്കില്ലേ, ജീവിക്കാനുള്ളതാണ്. സാറും വലിയ നോക്കിയില്ലേ? നോക്കാത്ത സ്ഥലമില്ല. സാറ് ഇരിക്കൂ. വേണ്ട, എനിക്ക് ചന്ദ്രുവിനെ കാണാം. വന്നാ ഞാൻ പറയാം. വിടുകയല്ല ഞാൻ, ഒറ്റ എണ്ണത്തിന് വിടുകയല്ല. എന്റെ ബൈക്ക് ഇവിടെ കൊണ്ടെന്ന് വെച്ചില്ലെങ്കിൽ എല്ലാത്തിനും ഞാൻ എന്താ വിചാരിച്ച ഞാൻ ഊണഴിക്കാൻ പോയി തക്കത്തിന് അടിച്ചിട്ട് പോന്നാ. ഇതേ ബുള്ളറ്റ് സ്മൈല, ബുള്ളറ്റ്. മര്യാദക്ക് എന്നെ ബുള്ളറ്റ് ഇവിടെ കൊണ്ടെന്ന് വെച്ചോ. കഴിഞ്ഞ ആഴ്ച ഉണ്ടല്ല പുല്ലപ്പടി കൽഷാപ്പിന് മുമ്പിൽ നടന്ന സംഭവം എന്താണെന്നറിയോ? അറിയോ എന്താണെന്ന്? അറിഞ്ഞാൽ നിങ്ങൾ ഞെട്ടിപ്പോവും. എന്താണ് നോക്കി പിടിപ്പിക്കണേ? എവിടെയാണ് എന്റെ ബുള്ളറ്റ്? എവിടെയാണ് എന്റെ ബുള്ളറ്റ്? താൻ എന്ത് ചെയ്തോ? പുല്ലേപ്പടി ഷാപ്പിൽ എന്ത് ചെയ്തോ? പറയണോ? ഞാൻ എന്ത് ചെയ്തെന്നോ? ഞാൻ അവിടെ 1 മണിക്കൂർ വരെ വെയിറ്റ് ചെയ്ത് എന്റെ ബൈക്കിന് വേണ്ടി. അവസാനം ഞാൻ എന്റെ എല്ലാ കൺട്രോളും പോയപ്പോഴേ ദൈവം അയച്ചതുപോലെ ഒരു ഓട്ടോറിക്ഷ ഇതുപോലെ വന്നു. എന്നിട്ട് ഞാൻ അതിൽ വീട്ടിൽ പോയി 1/2 മണിക്കൂർ പോയി ചോറ് തന്നു. അത് ശരി, ഇതിനാണ് അങ്ങനെ വെച്ചുണ്ടാക്കിയത്. ആരടാ ഇത് കണ്ട? ഞാനാണ് ഇപ്പൊ വെച്ചുണ്ടാക്കിയത്. എടാ, എന്റെ ബൈക്ക് പോയതാ. അയ്യോ, എവിടെ പോയി? എവിടെ പോയി? നമുക്ക് പോയി തപ്പാ. ബൈക്ക് ഞാൻ പറയാൻ നിൽക്കണ്ട, വണ്ടി എടുത്തു വിട്ടോടാ വണ്ടി. എന്താടാ വണ്ടി നിർത്തിയത്? ഒരു കാര്യമുണ്ട് ഇസ്മായിൽക്ക, വീടിന്റെ കളഞ്ഞുപോയ ആധാരം കിട്ടി. പഠിച്ചോനെ, എവിടെ നിന്ന്? ഭൂപണ ബാങ്കിലുണ്ട് സാധനം. ഭൂപണ ബാങ്കിലോ? വീടിന്റെ ആധാരം പണയം വെച്ചിട്ടാ അച്ഛൻ നാലേക്കൽ തറവാടിന് 2 ലക്ഷം രൂപ അഡ്വാൻസ് കൊടുത്തത്. പഠിച്ചവനെ ആകെ പ്രശ്നമാണ് കേടാ. ഏതായാലും ഇനി നമ്മൾ എത്രയും പോകാം വീട് പൊളിക്കണം. അയാൾ ചോദിച്ച എഗ്രിമെന്റിന്റെ കോപ്പി ഉടനെ കൊണ്ട് കൊടുക്കണം. ബാബുട്ടോ, എഗ്രിമെന്റിന്റെ കോപ്പി അച്ഛൻ വേണമെന്ന് പറഞ്ഞിരുന്നു. അച്ഛനല്ലേ പറഞ്ഞത്? അച്ഛന്റെ കയ്യിൽ തന്നെ അങ്ങ് കൊടുത്താൽ മതി. എനിക്കിത് അച്ഛന്റെ മകളുടെ കയ്യിൽ പിടിപ്പിന്റെ കാര്യമില്ല. കേറിയിട്ട് പൊളിച്ചാ മതി. ഇതെന്താ വെള്ളരിക്കപ്പെടണോ? കേറി അങ്ങോട്ട് പൊളിക്കാൻ? സംഗീതേച്ചി കല്ലെടുക്കട്ടെ? വേണ്ട, നിങ്ങൾ പോയിക്കോ. സമയമായില്ലേ, ബസ് മിസ്സാവും. സംഗീതേച്ചി എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഞങ്ങളെ വിളിച്ചേക്കണം കേട്ടോ. അലമ്പുണ്ടാക്കല്ലേ? സാധനങ്ങള് ഇയാൾക്ക് കൊടുത്ത കഥകൾ വലുതും അറിയോ? എന്റെ പ്രശ്നങ്ങൾ മനസ്സിലാക്കിയ ഒരാളാണെങ്കിൽ ഈ ഒരു കാര്യം എന്നോട് വരില്ലായിരുന്നു. എങ്ങനെയാ വരാതിരിക്കുക? എന്റെ അച്ഛൻ കുട്ടിയുടെ അച്ഛന് കൊടുത്തത് 2 ലക്ഷം രൂപയാണ് ഈ വീട് പൊളിക്കാനുള്ള അഡ്വാൻസ്. അങ്ങനെ നോക്കുമ്പോ എനിക്ക് മറ്റൊരാളുടെ സെന്റിമെന്റ്സ് നോക്കേണ്ട കാര്യമില്ല. അല്ലെങ്കിൽ എന്റെ സെന്റിമെന്റ്സ് അങ്ങോട്ട് പകരാനും ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല. പകർന്നാൽ തന്നെ ഇങ്ങോട്ട് ഏറ്റുവാങ്ങാനുള്ള സമയം എനിക്കില്ല. കുട്ടി, എന്റെ പ്രോബ്ലംസ് ഒന്നും കേക്ക്. അയ്യോ വേണ്ട, ആവശ്യത്തിൽ കൂടുതൽ പ്രോബ്ലംസ് ഉള്ള ആളാ ഞാൻ. ഇനി തന്റെ കൂടി പ്രോബ്ലംസ് കേൾക്കാൻ എനിക്ക് വയ്യ. ഇത് അങ്ങോട്ട് കൊടുത്തേക്ക്. ഓ സാധനം. ഇതിലിട്ടിരിക്കുന്ന അച്ഛന്റെ തന്നെയല്ലേ? ഓപ്പന്റെ തന്നെയാ, ഞാൻ തന്നെ ഇട്ടതുവാ. ഇട്ടതല്ല, ഇടിച്ചെന്ന് പറയൂ. അതിൽ എന്താ എഴുതിക്കുന്നത് അച്ഛൻ അറിയോ? ഈ തറവാട് പൊളിച്ചു വിൽക്കാനുള്ള അനുവാദം. അതിന് സമ്മതിച്ചുകൊണ്ട് 2 ലക്ഷം രൂപ അഡ്വാൻസ് മേടിച്ചിരിക്കുന്നു. എന്താ അച്ഛൻ അതിന്റെ അർത്ഥം? സ്വന്തം മകളെ പറ്റി അച്ഛൻ ചിന്തിച്ചോ? എന്റെ അമ്മയ്ക്ക് കൊടുത്തതിനേക്കാൾ വേദന ഇപ്പൊ എനിക്ക് തന്നോണ്ടിരിക്കുകയാണല്ലേ? നിന്റെ ചോദ്യങ്ങൾക്കൊന്നും
അച്ഛന് മറുപടിയില്ല മോളെ. ഇന്ന് ഈ വർമ്മയ്ക്ക് എല്ലാവരുടെ മുന്നിലും തലകുനിക്കാനാ വിധി. വിധി ഈ വിധി കുടിച്ചു കുടിച്ച് അച്ഛൻ തന്നെ ഉണ്ടാക്കിയതല്ലേ. ഇങ്ങനെയൊക്കെ ജീവിക്കാനായിരുന്നു മോഹനിച്ച ജനിച്ചോണ്ട് തന്നെ എന്നെ കൊല്ലായിരുന്നില്ലേ. എന്നെ എന്തിനെങ്ങനെ വളർത്തിയേ? കൊലയ്ക്ക് കൊടുക്കാനോ? മോളെ, ഈ അച്ഛൻ വേണ്ട അച്ഛാ. 6 മാസത്തെ കാലാവധിക്കുള്ളിൽ ഏത് നിമിഷം അവർക്ക് ഈ തറവാട് പൊളിക്കാം. എതിർത്തിട്ടൊന്നും ഒരു കാര്യമില്ല. ഈ തറവാട്ടിൽ കുടിയിരുത്തിരിക്കുന്ന ദൈവങ്ങൾക്ക് പോലും നമ്മളെ രക്ഷിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. പലരെയും ഞാൻ അകമിഴഞ്ഞ് വിശ്വസിച്ചു. ഞാൻ ചെയ്ത തെറ്റിന് എന്റെ മോളും കൂടി അനുഭവിക്കേണ്ടി വരുന്നല്ലോ ദൈവങ്ങളെ. ഇനി ദൈവത്തെ വിളിച്ചിട്ട് എന്താ കാര്യം? ബോംബി മോളെ കൂടി കൊണ്ടുവരുന്നില്ലേ അമ്മയ്ക്ക്? ഈ മോളുടെ നെഞ്ചിനകത്തിപ്പോ തീയ. നിങ്ങളുടെ നെഞ്ചിനകത്തല്ലേ ഉള്ളു തീ. ഈ ചെക്കന്റെ നെറ്റി മുതൽ ഉപ്പൂറ്റി വരെ തീയ. ഇവന്റെ അച്ഛൻ കിടപ്പാടത്തിന്റെ ആധാരം ബാങ്കിൽ വെച്ചിട്ടാ നിങ്ങളുടെ അനിയൻ ആദിത്യവർമ്മയ്ക്ക് 2 ലക്ഷം രൂപ തന്നിരിക്കുന്നത്. അറിയോ? ആ 2 ലക്ഷം റുപ്യ അവന്റെ കയ്യിൽ കിട്ടിയിട്ടില്ല. പണം കിട്ടാതെയാണോ അനിയൻ മുദ്രപത്രത്തിൽ നീട്ടി വലിച്ച് ഒപ്പിട്ടത്? ചതി പറ്റിയാണെന്ന് ഇപ്പൊ പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾക്ക് പൊളിക്കാം. അതിനുള്ള അവകാശപത്രവും നിങ്ങളുടെ കയ്യിലുണ്ട്. കുട്ടിയുടെ അച്ഛനെ അവൻ കണ്ടിട്ട് പോലും ഇല്ലെന്നാ പറഞ്ഞത്. ഇതിനിടയിൽ നിന്ന് കളിച്ചതാ ചന്ദ്രുവ. അവനെ ഈ വീട് അച്ഛനെ കൊണ്ടുവന്ന് കാണിച്ചു കാണും. ഈ പത്രം കാണിച്ച് പണവും വാങ്ങി കാണും. ആരാണ് ഈ ചന്ദ്രു? ഈ പ്രശ്നത്തിനെല്ലാം വഴിവെച്ചവൻ, ആദ്യത്തിന്റെ അടുത്ത കൂട്ടുകാരൻ. വല്യച്ഛന്റെ ദൂരം മതിയില്ലേ? ഇനി എന്തിനാ ഈ കഥ വിളമ്പിട്ട്? നിങ്ങൾ ഈ തറവാട് പൊളിക്കാൻ ശ്രമിക്കും, പൊളിക്കാതിരിക്കാൻ ഞങ്ങളും. ഈ നാട്ടില് നിയമവും കോടതിയും വക്കീലൊക്കെ ഉണ്ടല്ലോ. മോക്ക് ബുദ്ധി ഉറച്ചിട്ടില്ല, അതാ ഇങ്ങനെയൊക്കെ പറയുന്നത്. മുദ്രപത്രത്തെ എഴുതി ഒപ്പിട്ടതാ. ഹലോ, ഞങ്ങൾ ഈ നിമിഷത്തിൽ പൊളിക്കും. എന്നാ കയറി പൊളിക്ക്, അപ്പൊ കാണാം. കാണണമെന്നില്ല, ഞങ്ങൾ പൊളിക്കും, അത്ര തന്നെ. ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾക്കിത് പൊളിക്കാം. പക്ഷെ ഇവർക്ക് ഇത്തിരി സമയം കൊടുത്തൂടെ? അല്ല, എന്തിനാ ഈ സമയം? മരത്തടിയൊക്കെ അടിച്ചു മാറ്റാൻ. അല്ലാതെ എന്തിന്? എന്റെ അനിയനായിട്ട് പറയണതല്ല, അവൻ അത്രയും തരം താഴ്ന്നവനല്ല. പക്ഷെ മരത്തിന് തരക്കുറവൊന്നുമില്ലല്ലോ. ശരി, നിങ്ങൾക്ക് ഒരാഴ്ച സമയം തന്നു എന്ന് കരുതുക. അതിനുള്ളിൽ നിങ്ങൾ ആർക്കെങ്കിലും ഈ വീട് തീരെഴുതിയാലോ? ഞങ്ങളെ കുറിച്ച് നിങ്ങൾക്ക് അറിയില്ല, അതാ. അറിഞ്ഞിടത്തോളം മതി. എന്റെ അച്ഛന്റെ കയ്യിൽ നിന്ന് കാശും വാങ്ങി എഴുതിയും കൊടുത്തിട്ട് ഇപ്പൊ പൊളിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞല്ലേ നിങ്ങള്? അജി, ഇവർക്ക് സമയം കൊടുക്കാം. പക്ഷെ ഒരു കാര്യം, ഞങ്ങൾ ഇവിടെ കയറി താമസിക്കും. സമ്മതമാണോ? അതൊന്നും പറ്റില്ല. പൊളിക്കാൻ സമയമാകുമ്പോഴേ വിളിക്കാം, അപ്പ വന്നാ മതി. അതെവിടുത്തെ ന്യായമാ? കാശും വാങ്ങി കൈ വെച്ചിട്ട് നിങ്ങളുടെ ചൊൽപ്പടയ്ക്ക് നിൽക്കാനോ? അതിന് വേറെ ആളെ നോക്കണം. നാളെ തന്നെ ഞങ്ങൾ ഇങ്ങോട്ട് വരിക. എതിർക്കാൻ പറ്റുമെങ്കിൽ എതിർത്തോ. ഈ സെറ്റപ്പ് ശരിയാവില്ല, പക്ഷെ നമ്മുടെ സെറ്റപ്പ് ആക്കും. ഇപ്പൊ പോവാം. ഇവള് വായാടി തന്നെ. മോളെ, ഒരർത്ഥത്തിൽ ഇത് നല്ലതാ. ചന്ദ്രുവിനെതിരെ ഇവരെ ഉപയോഗിക്കാൻ പറ്റിയാലോ? വല്യച്ഛനെങ്കിൽ ആ ബുദ്ധി തോന്നിയല്ലോ. ഞാൻ മനസ്സിൽ കൊണ്ടുവരുന്ന അതേ പ്ലാൻ. നല്ല കൺസ്ട്രക്ഷൻ, നല്ല കട്ടില, മുഖത്ത് നല്ല വിജാഗിരി. ഉത്തരം പോക്കാണെങ്കിലും പറ്റിയ കൊള്ളാം. ഇയാൾ എന്തൊക്കെയാ ഈ പറയണേ? കൂടുതൽ പറയാനിരിക്കുന്നതേ ഉള്ളൂ. ഡേടേ, നമ്മളിവിടെ കെട്ടറ വിളിക്കാൻ വന്നാ ഞാൻ പൊളിച്ച് അടഞ്ഞു. എന്ത് പണിയാ നീ കാണിച്ചേ? കണ്ടില്ലേട്ടാ? കണ്ടോ വന്നിറങ്ങിയില്ല, അപ്പോഴേക്കും ചെടിച്ചെട്ടി നശിപ്പിച്ചു. ഞാനിതൊക്കെ എത്ര കഷ്ടപ്പെട്ടുണ്ടാക്കിയെന്ന് എനിക്കറിയോ? അതെ, ഞങ്ങൾക്ക് ഉണ്ടാക്കാൻ അറിയില്ല, ഉണ്ടാക്കി പൊളിക്കാനേ അറിഞ്ഞോളൂ. ഞങ്ങളൊക്കെ ബിൻലാദന്റെ ആളുകളാ. ഏയ്, നിക്ക് 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 നിക്ക്. ഈ വശത്തേക്ക് എടുക്കരുത്. ദാ, അതാ ഔട്ട് ഹൗസ്. സംഗീതയുടെ വിഷയം സംഗീതമല്ല, അതെ. പക്ഷെ പെരുമാറ്റത്തിന് താളമോ ലേമോ ഒന്നും തന്നെ ഇല്ലല്ലോ. നീ ഇവിടെ സംഗീതം പഠിപ്പിക്കാൻ വന്നാണോ? മുഖത്ത് താളത്തിന് 2 തരിപ്പടാ. ഡോണ്ട് വറി, കുട്ടിയേക്കാൾ സൂക്ഷ്മതയുള്ളവരാ ഞങ്ങള്. സൂക്ഷ്മതയൊക്കെ ഞാൻ വന്നപ്പോ തന്നെ കണ്ടല്ലോ. കുട്ടിയെ വാർത്തിരിക്കുന്നത് നല്ല സ്ട്രോങ് സിമെന്റ് കൊണ്ടാണ്. സംസാരത്തിൽ ഈട്ടിയും തേക്കൊക്കെ ഉണ്ടെങ്കിലും മനസ്സ് വെറും പാഴ്മരമാണ്. കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാൻ ഉണ്ടായിരുന്നു. അച്ഛല്ലേ ഇവിടെ? അച്ഛൻ അവനെ അന്വേഷിച്ച് പോയിരിക്കാ, ചന്ദ്രുവിനെ. ഒരു ചന്ദ്രനെ അന്വേഷിക്കേണ്ട കാര്യമില്ല. ഞങ്ങളുടെ കയ്യിൽ പൊളിക്കാനുള്ള എഗ്രിമെന്റ് ഉണ്ട്, ഞങ്ങൾ പൊളിക്കുകയും ചെയ്യും. മുത്തശ്ശി, എന്തോ തന്നെയാണോടോ വിളിച്ചേ? മൂത്ത യക്ഷിയാ? അപ്പൊ ഇത് ഇളയ യക്ഷിയായിരിക്കും. നമസ്കാരം. നമസ്കാരം. ഞാനിവളുടെ അമ്മമ്മേ. കണ്ടാ തോന്നൂല. ഇത്തിരി അതൊന്നും നരച്ച. കുഴപ്പമില്ല. അതായത് അമ്മയുടെ അമ്മ. പേര് ഭുവനേശ്വരി വർമ്മ. കേട്ട് കാണും. ചെറിയൊരു എഴുത്തുകാരും കൂടി. എന്നിട്ട് ഇതുവരെ മതം മാറിയില്ലേ? ചോദ്യം ഇഷ്ടായിട്ടോ. എന്താ പേര്? ബുള്ളറ്റ് ഇസ്മായിൽ എന്ന് പറയും അല്ലേ? ഇവളുടെ അച്ഛനെ അറിയില്ലേ? ആദിത്യവർമ്മ. പിന്നെ ആദ്യമായി ഈ സ്മൈൽ മതിയോ? അയ്യോ, ഇസ്മായിലിന് പേര് വിളിച്ചതാ. അത് ശരി. നമുക്കൊന്ന് കാണാട്ടോ. അല്ലാക്കായ കാണാം. ഓ, മുള്ളു.
പേരെന്താ? പേരയ്ക്ക. ചായ എടുക്കട്ടെ? വേണ്ട, ഇപ്പൊ കാപ്പി കുടിച്ചേ ഉള്ളൂ. കൊച്ചേ, ആ വാതിലൊന്ന് പതുക്കടച്ചേ, അത് പൊട്ടി വീണ ഞങ്ങൾക്ക് നഷ്ടം വരുന്നത്. ഹലോ, ഭാര്യ വീട്ടിലെത്തിയത് പോലെയാണല്ലോ. ഇത് മിക്കവാറും എന്റെ ഭാര്യ വീടാകും. ഭാര്യ വീടല്ല, ഭാര്യ അടുക്കള. ഓ, അസൂയ 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 അസൂയ. ഐശ്വര്യമായാണല്ലോ അസൂയിക്കാൻ. വന്നേ, എല്ലാരും കൂടി ഇവിടെ ഇങ്ങനെ ചടഞ്ഞു കൊടുത്തിട്ട് കാര്യമൊന്നുമില്ല. വന്നും പോയി നിൽക്കാവുന്നതാണ്. ഇന്ന് ഞാൻ പോയാ നാളെ നിനക്ക് പോവാ. അങ്ങനെ ഇന്ന് ഞാൻ നാളെ എന്നാണോ ചൊല്ലി. നീ ചെല്ലി. ഓ, ഈ മങ്ങിണികളൊക്കെ അവിടെ പോയി. ഡേയ്, പണ്ടാരങ്ങൾ മനുഷ്യനെ പേടിപ്പിച്ചു കളഞ്ഞു. എന്താ ഇവിടെ? ഇനി ഏരിയയിൽ കണ്ടുപോയാൽ ഊതി പറപ്പിച്ചോളെ എല്ലാത്തിനും. ചെന്ന് പറഞ്ഞേക്ക് നിങ്ങളുടെ ആ വായടി ചേച്ചിയോട്. ഞാൻ ആരാന്നറിയോ? അമിതാഭ് ബച്ചൻ. ഇതാ അമിതാഭ് ബച്ചനല്ല, അമിതാഭ് കൊച്ചനാ. സംഗീതേച്ചി, ആ അമിതാഭ് കൊച്ചൻ പറയാനേ ചേച്ചി ഇവിടുന്ന് പറപ്പിക്കാൻ പോവാന്ന്. പറപ്പിക്കാൻ ഇങ്ങ് വരട്ടെ. ഞാനെന്താ പട്ടമാണോ പറപ്പിക്കാൻ? കുട്ടി, അച്ഛനെവിടെയില്ലേ? അച്ഛൻ വന്ന അങ്ങോട്ട് വന്നോളും. ഇങ്ങോട്ട് തിരക്കി വരണാന്നർത്ഥം. മനസ്സിലായോ? ഏതാണ്ട് കുറച്ചൊക്കെ മനസ്സിലായി. എന്തിനാ കുട്ടിയെ നീ ഇങ്ങനെ ദേഷ്യപ്പെടുന്ന? ഈ പ്രായം ഇങ്ങനെ ദേഷ്യപ്പെട്ടും കോപിച്ചും കളയാനുള്ളതല്ല. ചിരിക്കാനും കളിക്കാനും സന്തോഷിക്കാനും പിന്നെ പ്രേമിക്കാനും ഒക്കെ ഉള്ളതാ. എന്തേ എന്താപ്പത്ര ചിരിക്കാൻ? മുത്തശ്ശിക്ക് പ്രേമൊക്കെ അറിയാലേ? അസലായി അറിയോന്നേ. ഞാൻ മുമ്പ് എഴുതിയിരുന്ന കാലത്ത് എന്റെ പ്രധാന വിഷയം പ്രണയ. ഈ പ്രായത്തിലും പ്രണയം എന്ന് വെച്ചാ എനിക്കൊരു ലഹരിയാ. ഈശ്വരാ, തുടങ്ങി പ്രേമം പ്രണയമൊക്കെ. കഷ്ടം. എനിക്ക് മാത്രല്ല കേട്ടോ, ലോകത്തിലെ എല്ലാവർക്കും അങ്ങനെയാ ഇല്ലേ? പക്ഷേ അതാരും തുറന്ന് പറയില്ല എന്ന് മാത്രം. പണ്ടൊക്കെ പണ്ടല്ല കേട്ടോ, ഇപ്പോഴും ഇന്റർവ്യൂലും പത്രത്തിലും ഒക്കെ പ്രേമത്തെ കുറിച്ച് പറയാറുണ്ട്. മുത്തശ്ശി എത്ര പേരെ പ്രേമിച്ചിട്ടുണ്ട്? അസലായി ഞാനോ? ഏതായാലും ശ്രീകൃഷ്ണേക്കാ മേലെയാ. 16,008 മേലെ എന്റെ പ്രേമം. ഈശ്വര, ഈ മുത്തശ്ശി കൊള്ളാലോ. അതല്ലേ ഈ ഭുവനേശ്വരി വർമ്മ. ദേ അവിടെ കുറെ കോന്തന്മാര് വന്നിട്ടില്ലേ, പൊളിക്കണമെന്നും പറഞ്ഞിട്ട്. എല്ലാത്തിനും പ്രേമിച്ച് ഈ കയ്യിലാക്കും മുത്തശ്ശി. പിന്നെ ഇത് പൊളിക്കേ കണക്കായി. ആട്ടെ, ഇതിലാർക്കെങ്കിലും പ്രേമത്തെ കുറിച്ച് അറിയോ? എനിക്കൊരു പ്രേമം ഉണ്ടായിരുന്നേ, അത് ഇവളെടുത്ത് കൊളുത്തി കളഞ്ഞു. എന്തിനാ കുട്ടിയെ നീ അവളുടെ പ്രേമം കൊളാക്കിയേ? ഇതൊന്നല്ലാട്ടോ കുട്ടികളോട് പറയേണ്ട വിഷയം. ഇവരെ കൂടി ചീത്തയാക്കും ഈ മുത്തശ്ശി. സംഗീതം പഠിക്കുന്ന കുട്ടിയല്ലേ നീയെ? എന്താ സംഗീതത്തിന്റെ വിഷയം? പ്രണയം അല്ലാതെ എന്താ? കുട്ടി, ഇയാളൊരു കുട്ടി. ആരാടോ തന്നെ കുട്ടി? തന്നടുത്ത് ഞാൻ പറഞ്ഞിട്ടില്ല ഇങ്ങോട്ട് വരരുതെന്ന്. അല്ല അച്ഛൻ. നേരത്തെ കുട്ടി, ഇപ്പൊ അച്ഛനായോ? അല്ല കുട്ടിയുടെ അച്ഛൻ. കുട്ടിയുടെ അച്ഛൻ അച്ഛന്റെ കുട്ടി. ഇയാൾക്ക് എന്താ? ഇയാള് പോയേ. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, അച്ഛൻ വന്ന അങ്ങോട്ട് വന്നോളും. ഇയാൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ട് വരണ്ട. കണ്ടു ഇതും അതിന്റെ ലക്ഷണ പ്രണയത്തിന്റെ. സത്യം എന്റെ ശ്രീകൃഷ്ണാണ് സത്യം. മതി എല്ലാരും വിട്ടോ. സ്റ്റാൻഡ് വിട്ടോ. ചെല്ലേ. ഇപ്പൊ പൊക്കോളൂ, അവളെ ചൂടില്ല. ബാക്കി നാളെ പഠിപ്പിച്ചു തരാം. പേടിക്കണ്ട, ഈ മുത്തശ്ശി ഒരു പ്രണയ ക്ലാസ് തന്നെ വെക്കുന്നുണ്ട്. ആ വന്നവന്മാരെയൊക്കെ ഞാൻ പ്രണയിച്ച് വശത്താക്കും. അത് പ്രാക്ടിക്കൽ ക്ലാസ്. അത് നടക്കുവോ? ഇപ്പൊ പൊക്കോളൂ. ഈ മുത്തശ്ശിയുടെ കാര്യം. എടാ ജി, പൊളിക്കാൻ സമ്മതിച്ച് അയക്ക. അവൾ ടെറസ് പൊളിക്കാൻ സമ്മതിച്ച്. ഇത് ഓടല്ലേ? അവിടെ ബോർഡ് എഴുതി വെച്ചേക്കണ്, ടെറസ് പൊളിക്കാൻ സമ്മതിച്ച് ബില്ല് പ്രോസ്റ്റിറ്റ്യൂട്ട് തരും. നല്ല പച്ച ഇംഗ്ലീഷിൽ അവിടെ എഴുതി വെച്ചേക്കണ്, ടെറസ് പൊളിക്കാൻ സമ്മതിച്ചു ബില്ല് പ്രോസ്റ്റിറ്റ്യൂട്ട് തരും. പ്രോസ്റ്റിറ്റ്യൂട്ട് ആര് തന്നാൽ നമുക്ക് കാശ് കിട്ടിയാ പോലെ. വായിച്ചു. ഹലോ, എന്താ ഉദ്ദേശം? ഇവിടെ ഇങ്ങനത്തെ നിയമമൊന്നും പറ്റില്ല കേട്ടോ. നീ വല്ല മണ്ടത്തരം പറയല്ലേ? ടെറസെങ്കിൽ ടെറസ് പൊളിക്കാം നമുക്ക്. നീ അർത്ഥം പറയാതെ ചൂടാവല്ലേ? എനിക്ക് അർത്ഥമില്ലേ? നീ വായിച്ചു നോക്കിയ ടെറസ് ബില്ല് പ്രോസ്റ്റിറ്റ്യൂട്ട്. പ്രോസ്റ്റിറ്റ്യൂട്ടിന്റെ ഓഫീസ് എവിടെയാ? അതെവിടെയല്ലോ നമുക്ക് കാശ് കിട്ടിയാ പോലെ. എന്റെ ദൈവമേ, അതിക്രമിച്ച് കയറരുത് എന്നാ എഴുതിയിരിക്കണേ. അതിന് കയറുന്ന എവിടെ എഴുതി വെച്ചിരിക്കുന്നത്? കയറുണ്ട്. അതെ, ഇതെന്റെ വീടാ. എനിക്ക് ഇഷ്ടമുള്ളത് ഇഷ്ടമുള്ള പോലെ ചെയ്യും. താൻ ആരാ ഇതൊക്കെ ചോദിക്കാൻ? നിന്റെ വീടോ? അതൊക്കെ പണ്ട്. അധികാരം പറഞ്ഞാലേ കാണണോ? ഇപ്പൊ പൊളിച്ചോളാം ഞങ്ങള്. അങ്ങനെ ശാന്തമായിട്ട് പറ. ഹലോ, ട്രസ്പാസസ് നിങ്ങളാ, ഞങ്ങളല്ല. മനസ്സിലായ?
ഇങ്ങോട്ട് വാ. നാശങ്ങള്. എന്താ കുട്ടി പേടിച്ചോ? ഏയ് പേടിച്ചൊന്നുമില്ല. എന്റെ അച്ഛനെ നോക്കൂത്തി ഉണ്ടാക്കുന്ന ആളാ. അത് കണ്ട് നല്ല ശീല. അതെ, ഒന്നാ വാതിക്കല് വരുമെങ്കിൽ ഒരു കാര്യം പറയായിരുന്നു. പിന്നെ ഞങ്ങൾ അത്യാവശ്യം ഭക്ഷണം ഉണ്ടാക്കേണ്ട പരിപാടി ഉണ്ട്. ഒരു 100 പച്ചമുളക്, ഒരു 150 സവാള, ഒരു 100 ഉള്ളി കിട്ടിയ വലിയ ഉപരമായിരുന്നു. പിന്നെ ഇപ്പ കുറച്ച് പഞ്ചാരം ചായപ്പിനും തരുമോ? എന്ത് വേണമെങ്കിലും തരാം. ആ സംഗീത കൊച്ചറിയരുത്. പിന്നെ ആ പ്രണയ പിശാശ്, ആ മുത്തശ്ശി പിശാശേ, അതിന് പ്രേമഭ്രാന്താന്നേ. അവര് പറയണ കേട്ട് കേട്ട് ഞാനും അങ്ങനെ ആയതാ. ഇയാളെന്നോട് വന്നപ്പോ തന്നെ പറഞ്ഞില്ലേ കട്ട്ല ഇഷ്ടായി എന്നൊക്കെ. അത് കേട്ടപ്പോ അനിയത്തിപ്രാവില് കുഞ്ചാക്കോ ബോബൻ ശാലിനോട് പറയണ പോലെ തോന്നി. എനിക്ക് ഇയാളെ കണ്ടപ്പോ അത്ര ഇഷ്ടായില്ല. പക്ഷേ വർത്തമാനം പറഞ്ഞു തുടങ്ങിയപ്പോ ഭയങ്കര ഇഷ്ടായി. അതങ്ങനെയാണല്ലോ, പെണ്ണിന് ആണിന്റെ ഏതു ഭാഗമാണ് ഇഷ്ടപ്പെടുന്നു പറയാൻ പറ്റില്ലല്ലോ. ചിലപ്പോൾ സംസാര ഭാഗമാകാം, ചിലപ്പോൾ ആംഗ്യ ഭാഗമാകാം. പ്രണയപിശാശു പറഞ്ഞ പോലെ എനിക്ക് തന്റെ സംസാരം കേട്ടപ്പോൾ ലവ് അറ്റ് ഫസ്റ്റ് സെയിലാ തോന്നിയത്. താങ്ക് യു. ഐ ആം 2 ലവ് യു. ഐ ആം 3 ലവ് യു. ഐ ആം 1 ലക്ക് ലവ് യു. അതിന്റെ മോളി പറയാൻ ഞാൻ പഠിച്ചിട്ടില്ല. ഞാൻ പഠിപ്പിക്കും. പിന്നെ എന്റെ പേര് സുമിത്രയെന്നാ. പേരിൽ വരെ എന്തൊരു സാമ്യം. സുമിത്രയും സൂര്യനും. കറക്റ്റ് വാക്കാണ് നീ പറഞ്ഞത്. നിന്നെ കണ്ടാൽ മൃഗശാലയും ചാടിപ്പോന്നാന്ന് പറയും. ഇഷ്ടമാണോ എനിക്കിഷ്ടമാണ്. ഇത് കഷ്ടപ്പെട്ട മുത്തച്ഛി. എന്തിനാ അവരിങ്ങനെ ബുദ്ധിമുട്ടിക്കണേ? സ്വർഗത്തിലെ കട്ടുറുമ്പോ ആവണം എന്തിനാ? ഇസ്മായിൽ ഇങ്ങോട്ട് വാ, നമുക്ക് അകത്തേക്ക് ഇരിക്കാം. ഞാൻ ഒരു കാര്യം, ഞാൻ പോയിട്ട് മറ്റേ സെറ്റപ്പിനെ വിടാം.